നമസ്കാരം, എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 ബോട്ടണിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ പ്ലാന്റ് കിങ്ഡം എന്ന ചാപ്റ്ററിലെ എക്സസൈസുകളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ചാപ്റ്ററിന്റെ പാഠഭാഗങ്ങൾ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ? ആൽഗയെ എന്തിന്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? അവയിൽ പ്രസന്റ് ആയിട്ടുള്ള പിഗ്മെന്റുകളെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പോൾ ആൽഗയെ അതിൽ പ്രസന്റ് ആയിട്ടുള്ള പിഗ്മെന്റുകളെ ബേസ് ചെയ്ത് മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലോറോഫൈസിയെ, റോഡോഫൈസിയെ ആൻഡ് ഫയോഫൈസിയെ. അതില് ഫിയോഫൈസിയെ, ഇതിൽ ക്ലോറോഫൈസി എന്ന് പറയുന്നത് ഗ്രീൻ ആൽഗയാണ്. ക്ലോറോഫിൽ എ ആൻഡ് ബി ആണ് അവിടെ കാണപ്പെടുന്നത്. ദെൻ റോഡോഫൈസിയയില് ക്ലോറോഫിൽ എ, സി, കാരോട്ടിനോയിഡ്സ് ആൻഡ് സാൻഡോഫിൽസ് കാണപ്പെടുന്നു. ബ്രൗൺ ആൽഗെ എന്നാണ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. ദെൻ ഫിയോഫൈസിയയില് റെഡ് ആൽഗെ ആണ് അവ അല്ലെ. ക്ലോറോഫിൽ എ ആൻഡ് ഡിയും ഫൈക്കോ എറിത്രിനുമാണ് കാണപ്പെടുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. When and where does reduction division takes place in the life cycle of a liverwort, moss, a fern, a gymnosperm and an angiosperm? ഈ ഓരോന്നിലും എവിടെയാണ് മിയോസിസ് നടക്കുന്നത് എന്നാണ് എഴുതേണ്ടത്. ആദ്യം നമുക്ക് ലിവർവേർഡ്സിനെ കുറിച്ച് നോക്കാം. ലിവർവേർഡ്സില് മിയോസിസ് ഓർ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത് സ്പോർ ഫോർമേഷന്റെ സമയത്താണ്. സ്പോറോഫൈറ്റിലെ ചില സെല്ലുകൾക്ക് മിയോട്ടിക് ഡിവിഷൻ സംഭവിച്ച് സ്പോർസ് ഉണ്ടാവുന്നു. ഈ സ്പോർസിൽ നിന്ന് പിന്നീട് ഗാമറ്റോഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. Then in ferns, the spore mother cells undergoes meiotic division. അപ്പൊ സ്പോർ മദർ സെൽസിനാണ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നത്. ജിംനോസ്പേംസിലാണെങ്കിൽ മെഗാസ്പോർ മദർ സെല്ലുകൾക്ക് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോസ്പോർ ഫോർമേഷന്റെ സമയത്തും മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ മൈക്രോസ്പോർസ് ഫോം ചെയ്യുമ്പോഴും മെഗാസ്പോർസ് ഫോം ചെയ്യുമ്പോഴും മിയോട്ടിക് ഡിവിഷൻ ആണ് ജിംനോസ്പേംസിൽ നടക്കുന്നത്. ദെൻ ആൻജിയോസ്പേംസിലും മെഗാസ്പോർ മദർ സെല്ലുകളിൽ നിന്നും മെഗാസ്പോറുകൾ ഉണ്ടാവുമ്പോഴും പോളൻ മദർ സെല്ലുകളിൽ നിന്നും മൈക്രോസ്പോർ ഉണ്ടാവുമ്പോഴും മിയോട്ടിക് ഡിവിഷൻ ആണ് നടക്കുന്നത്. Then name 3 groups of plants that bear archegonia. Briefly describe the life cycle of any one of them. ഏതിലാണ് ആർക്കിഗോണിയ കാണപ്പെടുന്നത്? ഏതൊക്കെ ഗ്രൂപ്പുകളിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ 3 എണ്ണമാണ് എഴുതേണ്ടത്. ടെറിഡോഫൈറ്റ്സിൽ കാണപ്പെടുന്നുണ്ട്, ബ്രയോഫൈറ്റ്സിൽ കാണപ്പെടുന്നുണ്ട്, ജിംനോസ്പേംസിൽ കാണപ്പെടുന്നുണ്ട്. അതിലെ ടെറിഡോഫൈറ്റ്സിന്റെ ലൈഫ് സൈക്കിൾ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ലൈഫ് സൈക്കിൾ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത് അല്ലെ. ജസ്റ്റ് ഒരു സൈക്കിൾ വരച്ചിട്ടുണ്ട്. ദെൻ ഡിസ്ക്രിപ്ഷൻ പറയാം. അതിനു മുമ്പ് നമുക്ക് ലൈഫ് സൈക്കിൾ ഒന്ന് നോക്കാം. ഇവിടെ ടെറിഡോഫൈറ്റ്സിലെ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് സ്പോറോഫൈറ്റിക് ആണ്. സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയിൽ നിന്നും സ്പോർസ് ഉണ്ടാവുന്നുണ്ട്. ഈ സ്പോർസിൽ നിന്ന് ഗാമറ്റോഫൈറ്റ് ഉണ്ടാവുന്നു. അതിന് നമ്മൾ പ്രോതാലസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഗാമറ്റോഫൈറ്റില് ആന്ത്രീഡിയം കാണപ്പെടുന്നുണ്ട്, ആർക്കിഗോണിയം കാണപ്പെടുന്നുണ്ട്. ആർക്കിഗോണിയം എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് അല്ലെ. ആർക്കിഗോണിയം എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്. ആന്ത്രീഡിയം ആണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ആന്ത്രീഡിയത്തിൽ നിന്നും ആന്ത്രോസ്പോയിഡ്സും ആർക്കിഗോണിയത്തിൽ എഗ്ഗും ഉണ്ടാവുന്നു. ഇവ രണ്ടും തമ്മിൽ ഫ്യൂസ് ചെയ്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റുകളായിട്ടുള്ള ഇവ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവുന്നു. സൈഗോട്ടിൽ നിന്നും വീണ്ടും സ്പോറോഫൈറ്റ് ആയിട്ട് മാറുന്നു. ഇവിടെ മെയിൻ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണ്. ഈ സ്പോറോഫൈറ്റിലെ സ്പൊറാഞ്ചിയത്തിലെ സ്പോർ മദർ സെല്ലുകൾക്ക് മിയോട്ടിക് ഡിവിഷൻ നടന്ന് സ്പോറുകൾ ഉണ്ടാവുന്നു. ഈ സ്പോറുകൾക്ക് ജെർമിനേഷൻ സംഭവിച്ച് ഗാമറ്റോഫൈറ്റ് ഓർ പ്രോതാലസ് ആയിട്ട് മാറുന്നു. ഈ ഗാമറ്റോഫൈറ്റില് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് കാണപ്പെടുന്നുണ്ട്. മെയിൽ സെക്സ് ഓർഗൻ ആണ് ആന്ത്രീഡിയ, ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ് ആർക്കിഗോണിയ. ഈ ആന്ത്രീഡിയയിൽ ആന്ത്രോസോയിഡ്സ് ഉണ്ടാവും, ആർക്കിഗോണിയയിൽ എഗ് ഉണ്ടാവും. ഈ ആന്ത്രോസോയിഡ്സ് ആർക്കിഗോണിയയിൽ കാണപ്പെടുന്ന എഗ്ഗുമായി ഫ്യൂസ് ചെയ്യുന്നു. ദെൻ സൈഗോട്ട് ഉണ്ടാവുന്നു അല്ലെ. സൈഗോട്ട് ഉണ്ടായി ഈ സൈഗോട്ടിന് ഡെവലപ്മെന്റ് നടന്നാണ് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി ആയിട്ട് മാറുന്നത്. ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ നോട്ട് ഓൺ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ ആൻഡ് ജിംനോസ്പേംസ്. ആൽഗയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷന് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇൻക്രീസ് ദി ലെവൽ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ. ദെൻ അതുപോലെ തന്നെ ഇവർ ഫോട്ടോസിന്തസിസ് നടത്തുന്നതുകൊണ്ട് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ്. സോ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അക്വാറ്റിക് അനിമൽസ് ഈ ആൽഗയെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിഫറെന്റ് സ്പീഷീസുകൾ, ആൽഗയിൽ വരുന്ന ഡിഫറെന്റ് സ്പീഷീസുകളെ ഫുഡായിട്ട് ഉപയോഗിക്കുന്നു. ദെൻ അതുപോലെ തന്നെ ഹൈഡ്രോകൊളോയിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അഗാർ പോലെയുള്ള കൊമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ആൽഗകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്.
ദെൻ ക്ലോറല്ല പോലെയുള്ള ആൽഗകളെ ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് ഈ സ്പേസ് ട്രാവലേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് ആൽഗകൾക്കുള്ളത്. ദെൻ ജിംനോസ്പേംസ് നോക്കുകയാണെങ്കിലും അതിലും കുറെ എണ്ണത്തിനെ ഫുഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ നമ്മളെ ഓർണമെന്റൽസ് ആയിട്ട് ഉപയോഗിക്കുന്നു, വീട്ടിലെ അലങ്കാരത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പേപ്പർ പ്രൊഡ്യൂസ് ചെയ്യാനും പിന്നെ ടർപ്പന്റൈൻ റെസിൻസ് പോലെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കാനും പിന്നെ മെഡിസിനൽ പർപ്പസിനും ഒക്കെ വേണ്ടി ജിംനോസ്പേംസിനെ യൂസ് ചെയ്യുന്നുണ്ട്. Sixth question, both gymnosperms and angiosperms bear seeds. Then why are they classified separately? നമുക്കറിയാം ജിംനോസ്പേംസിലും ആൻജിയോസ്പേംസിലും സീഡ്സ് കാണപ്പെടുന്നുണ്ട്. പക്ഷെ ഇവ രണ്ടും രണ്ട് ഗ്രൂപ്പാണ് അല്ലെ? അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ജിംനോസ്പേംസിലെ നേക്കഡ് സീഡ്സ് ആണ് കാണപ്പെടുന്നത്. അതായത് സീഡ്സിനെ കവർ ചെയ്ത് ഫ്രൂട്ട് ഒന്നും കാണപ്പെടുന്നില്ല. വേറാസ് ഇൻ ആൻജിയോസ്പേംസ് സീഡിനെ കവർ ചെയ്ത് നമുക്ക് ഫ്രൂട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. Then what is heterospory? Briefly comment on its significance. Give 2 examples. അപ്പോൾ ഹെട്രോസ്പോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് തരത്തിലുള്ള സ്പോറുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹെട്രോസ്പോറി എന്ന് പറയുന്നത് അല്ലെ? മാക്രോസ്പോർസും മൈക്രോസ്പോർസും. അടുത്തത് നോക്കൂ. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഫോളോയിങ് ടേംസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. പ്രോട്ടോണിമ, എന്തരീഡിയം, അർക്കിഗോണിയം, ഡിപ്ലോണ്ടിക്, സ്പോറോഫിൽ, ഐസോഗമി. ഈ ടേംസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. പ്രോട്ടോണിമ എന്ന് പറയുന്നത് മോസസിന്റെ ലൈഫ് സൈക്കിളിലെ ആദ്യത്തെ സ്റ്റേജ് ആണ്. ഗാമറ്റോഫൈറ്റ് 2 സ്റ്റേജുകളായിട്ടാണ് കാണപ്പെടുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് ആണ് പ്രോട്ടോണിമ എന്ന് പറയുന്നത്. ദെൻ ആന്തറീഡിയ എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സിലൊക്കെ കാണപ്പെടുന്ന മെയിൽ സെക്സ് ഓർഗൻ ആണ്. ആർക്കിഗോണിയ എന്ന് പറയുന്നത് ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ് അല്ലെ? ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് എന്നിവയിലൊക്കെ കാണപ്പെടുന്ന ഫീമെയിൽ സെക്സ് ഓർഗനെയാണ് നമ്മൾ ആർക്കിഗോണിയ എന്ന് പറയുന്നത്. ഡിപ്ലോണ്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമിനന്റ് ആയിട്ടുള്ള ഫേസ് ഡിപ്ലോയിഡ് കണ്ടീഷനിലായിട്ട് വരുന്ന തരത്തിലുള്ള ലൈഫ് സൈക്കിളിനെയാണ് നമ്മൾ ഡിപ്ലോണ്ടിക് എന്ന് പറയുന്നത്. ഫ്യൂക്കസ് അതിനൊരു എക്സാമ്പിൾ ആണ്. ദെൻ സ്പോറോഫിൽ എന്ന് പറയുന്നത് സ്പൊറാൻജിയെ കാണപ്പെടുന്ന ലീഫ് ലൈക്ക് അപ്പൻഡേജ് ആണ്. ദെൻ ഐസോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരേപോലത്തെ 2 ഗാമേറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായി അങ്ങനെ നടക്കുന്ന ഒരു റീപ്രൊഡക്ഷനെയാണ്, സെക്ഷൽ റീപ്രൊഡക്ഷനെയാണ് നമ്മൾ ഐസോഗമി എന്ന് പറയുന്നത്. ഐസോഗമി എന്ന് പറഞ്ഞാൽ 2 ഗാമേറ്റുകളും ഒരേപോലെ തന്നെ ഉണ്ടാവുക. ഫ്ലജല്ല ഉള്ളതായിക്കോട്ടെ ഫ്ലജല്ല ഇല്ലാത്തതായിക്കോട്ടെ, പക്ഷേ 2 ഗാമേറ്റുകളും കാണാൻ ഒരുപോലെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഐസോഗമി എന്ന് പറയുന്നത്. Then 9th question, differentiate between the following: red algae and brown algae, liverworts and moss, homosporous and heterosporous, pteridophyte, syngamy and triple fusion. ആദ്യം റെഡ് ആൽഗയും ബ്രൗൺ ആൽഗയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കാം. റെഡ് ആൽഗയിൽ ക്ലോറോഫിൽ എയും ഡിയും ഫൈക്കോഎറിത്രിനുമാണ് കാണപ്പെടുന്നത്. എന്നാൽ ബ്രൗൺ ആൽഗയിലോ ക്ലോറോഫിൽ എ, സി ആൻഡ് ഫ്യൂക്കോസാന്തിൻ. ബ്രൗൺ ആൽഗയിൽ ക്ലോറോഫിൽ എ, സി ആൻഡ് ഫ്യൂക്കോസാന്തിൻ ആണ് കാണപ്പെടുന്നത്. റെഡ് ആൽഗയിൽ ക്ലോറോഫിൽ എയും ഡിയും ഫൈക്കോഎറിത്രിനുമാണ് കാണപ്പെടുന്നത്. പിന്നെ റെഡ് ആൽഗകളിൽ ഫ്ലോറിഡിയൻ സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ബ്രൗൺ ആൽഗകളിൽ മാനിറ്റോളിന്റെയും ലാമിനാരിന്റെയും ഫോമിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ദെൻ റെഡ് ആൽഗയില് നമുക്ക് ഫ്ലജല്ലകൾ കാണാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ബ്രൗൺ ആൽഗയില് 2 അണീക്വൽ ഫ്ലജല്ല കാണപ്പെടുന്നുണ്ട്. ദെൻ ലിവർവേർഡ്സ് ആൻഡ് മോസസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ മോസസില് മൾട്ടി സെല്ലുലാർ റൈസോയിഡ്സ് കാണപ്പെടുന്നു. എന്നാൽ ലിവർവേർഡ്സില് യൂണിസെല്ലുലാർ റൈസോയിഡ്സ് ആണ് കാണപ്പെടുന്നത്. ദെൻ മോസസിന്റെ ലൈഫ് സൈക്കിൾ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഗാമറ്റോഫൈറ്റില് 2 സ്റ്റേജസ് ഉണ്ട്, പ്രോട്ടോണിമ സ്റ്റേജും ലീഫി സ്റ്റേജും. ദെൻ ഇവിടെ ലിവർവേർഡിലാണെങ്കിൽ ഒരു സ്റ്റേജ് മാത്രമാണ് കാണപ്പെടുന്നത്. പിന്നെ ലിവർവേർഡ്സില് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ജെമ്മ എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറിന്റെ സഹായത്തോടു കൂടിയാണ്. ആ ജെമ്മ എവിടെ കാണപ്പെടുന്നില്ല? മോസസിൽ കാണപ്പെടുന്നില്ല. പിന്നെ ഇവിടെ മോസസില് സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ടുള്ളതായിരിക്കും. എന്നാൽ ലിവർവേർഡ്സിൽ അത്രത്തോളം ഇലാബറേറ്റ് ആയിട്ടുള്ള സ്പോറോഫൈറ്റിക് സ്റ്റേജ് അല്ല കാണപ്പെടുന്നത്. ദെൻ ഹോമോസ്പോറസും ഹെട്രോസ്പോറസും ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ടെറിഡോഫൈറ്റ്സിന്റെ കേസിലാണ് ചോദിച്ചിരിക്കുന്നത്. ഹോമോസ്പോറസ് ടെറിഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെയുള്ള സ്പോറുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നവയായിരിക്കും അല്ലെ? എന്നാൽ ഹെട്രോസ്പോറസ് ടെറിഡോഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അവ 2 തരത്തിലുള്ള സ്പോറുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ലാർജ് സ്പോർസും
സ്മോൾ പോർസും ഇതിൽ ലാർജ് സ്പോർസ് ആണ് മാക്രോസ്പോർസ് എന്ന് പറയുന്നത്, സ്മോൾ സ്പോർസ് ആണ് മൈക്രോസ്പോർസ് എന്ന് പറയുന്നത്. Then syngamy and triple fusion. Syngamy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻജിയോസ്പേംസിലെ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുന്നത് തന്നെയാണ്. അവിടെ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഇവ രണ്ടും ഹാപ്ലോയിഡ് കണ്ടീഷനിലുള്ളവയാണ്. ഇവ തമ്മിൽ കൂടിച്ചേർന്ന് ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള സൈഗോട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ട്രിപ്പിൾ ഫ്യൂഷനിൽ ഈ മെയിൽ ഗാമേറ്റ് പോയി ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള സെക്കൻഡറി ന്യൂക്ലിയസുമായി കൂടിച്ചേരുന്നു. അപ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ഗാമേറ്റ് ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള സെക്കൻഡറി ന്യൂക്ലിയസുമായി കൂടിച്ചേരുമ്പോൾ അവിടെ ട്രിപ്ലോയിഡ് കണ്ടീഷനിലുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ, അതാണ് ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് സിംഗമി സൈഗോട്ട് ഉണ്ടാവുന്നു, ബട്ട് ആസ് എ റിസൾട്ട് ഓഫ് ട്രിപ്പിൾ ഫ്യൂഷൻ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഈസ് ഫോംഡ്. അപ്പൊ ഇത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ട്രിപ്ലോയിഡ് കണ്ടീഷൻ, whereas zygote is in diploid condition. Then 10th question നോക്കാം. How would you distinguish monocots from dicots? Dicotsഉം monocotsഉം തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. Dicots എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സീഡ്സിലെ 2 കോട്ടിലിഡൻസ് കാണപ്പെടുന്നുണ്ടാവും അല്ലെ, അതുകൊണ്ടാണ് dicots. 2 കോട്ടിലിഡൻസ് കാണപ്പെടുന്നു. എന്നാൽ മോണോകോട്സിലാണെങ്കിൽ 1 കോട്ടിലിഡൻ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. Then dicots എടുത്ത് നോക്കുമ്പോൾ അവിടെ റെക്ടിക്കുലേറ്റ് വിനേഷൻ ആണ് കാണപ്പെടുന്നത്. മോണോകോട്സ് ആണെങ്കിലോ പാരലൽ വിനേഷൻ ആണ്. ഇപ്പോ നെല്ല്, പുല്ല് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് മോണോകോട്സിൽ വരിക. ബാക്കിയുള്ള ചെടികൾ ഇപ്പോ ചെമ്പരത്തി, അതുപോലെ തന്നെ റോസ്, വേപ്പ്, അങ്ങനെയുള്ള ചെടികളൊക്കെ വരുന്നതാണ് ഡൈക്കോട്സ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഡൈക്കോട്സിലെ ടെട്രാമീറസ് ഓർ പെന്റാമീറസ് ഫ്ലവേഴ്സ് ആണ്. 4 ഇതളോ അല്ലെങ്കിൽ 5 ഇതളോ കാണപ്പെടുന്ന ഫ്ലവേഴ്സ് ആണ് ഡൈക്കോട്സിൽ കാണപ്പെടുന്നത്. എന്നാൽ മോണോകോട്സിലോ ട്രൈമീറസ് ഫ്ലവേഴ്സ് ആണ്, അതായത് 3 ഇതളുകളുള്ള ഫ്ലവേഴ്സ് ആണ് മോണോകോട്ടിലിഡൻസ് ഓർ മോണോകോട്സിൽ കാണപ്പെടുന്നത്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഒരു വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റും. ഡൈകോട്ടിലിഡൻസ് അല്ലെങ്കിൽ ഡൈക്കോട്സ് എന്ന് പറഞ്ഞാൽ 2 കോട്ടിലിഡൻസ് കാണപ്പെടുന്നു. മോണോകോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോട്ടിലിഡനെ കാണപ്പെടുന്നുള്ളൂ. Then match the following ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ക്ലാമൈഡോമോണസ്, സൈക്കസ്, സെലാജിനെല്ല, സ്വാഗ്നം, അങ്ങനെ 4 എക്സാമ്പിളുകൾ തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഗ്രൂപ്പുകളാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ. മോസ്, ടെറിഡോഫൈറ്റ്സ്, ആൽഗെ ആൻഡ് ജിംനോസ്പെർം. അപ്പൊ നമുക്ക് ഇവയെ പരസ്പരം ഒന്ന് ചേരുമ്പടി ചേർത്ത് നോക്കാം. ക്ലാമൈഡോമോണസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതിൽ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? ആൽഗെ ആണ് അല്ലെ, അത് പെട്ടെന്ന് നിങ്ങൾക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ക്ലാമൈഡോമോണസ് ആൽഗെ ആണ്. ദെൻ സൈക്കസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുന്നതാണ്. സൈക്കസ് എന്ന് പറയുന്നത് ജിംനോസ്പെർമിൽ വരുന്നതാണ് അല്ലെ. സൈക്കസ് ജിംനോസ്പെർമിലാണ് വരുന്നത്. ഇതില് സെലാജിനെല്ല ടെറിഡോഫൈറ്റ് ആണ്. സ്വാഗ്നം എന്താണ്? സ്വാഗ്നം മോസ് ആണ്. അപ്പോ ക്ലാമൈഡോമോണസ് ആൽഗെ ആണ് അല്ലെ. സൈക്കസ് എന്ന് പറയുന്നത് ജിംനോസ്പെർം ആണ്. സെലാജിനെല്ല ടെറിഡോഫൈറ്റ് ആണ്. സ്വാഗ്നം എന്ന് പറയുന്നത് മോസസ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് ദി ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജിംനോസ്പെർംസ്. ജിംനോസ്പെർംസിന്റെ പ്രത്യേകതകൾ എഴുതാനാണ് പറയുന്നത്. ഒന്ന്, അതിലെ ഒബ്യൂൾസ് ഓവറി കൊണ്ട് കവർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ സീഡ്സിനെ കവർ ചെയ്ത് ഫ്രൂട്ട് കാണപ്പെടുന്നില്ല. ഈ സീഡ്സ് നേക്ഡ് ആണ് എന്നുള്ളതാണ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ദെൻ ഇവിടെ ജനറലി ടാപ്പ് റൂട്ട്സ് ആണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ചില കേസുകളിൽ ഈ റൂട്ട്സ് ഫംഗസുമായിട്ട് സിംബിയോട്ടിക് അസോസിയേഷനിൽ കാണപ്പെടുന്നുണ്ട്. ചില കേസുകളിൽ നൈട്രജൻ ഫിക്സിംഗ് സൈനോബാക്ടീരിയ ആയിട്ട് അസോസിയേഷനിൽ കാണപ്പെടുന്നുണ്ട്. ദെൻ അൺബ്രാഞ്ചഡ് സ്റ്റെംസ് കാണപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രാഞ്ചഡ് സ്റ്റെംസും കാണപ്പെടുന്നുണ്ട്. പിന്നെ സിമ്പിൾ ലീവ്സും കാണുന്നുണ്ട്, കോമ്പൗണ്ട് ലീവ്സും കാണപ്പെടുന്നുണ്ട്. പിന്നെ ഈ ജിംനോസ്പെർംസിന്റെ ലീവ്സിന്റെ പ്രത്യേകത അവയ്ക്ക് എക്സ്ട്രീം കണ്ടീഷൻസിനെയൊക്കെ, ഹ്യൂമിഡിറ്റി ആയിക്കോട്ടെ, ടെമ്പറേച്ചർ ആയിക്കോട്ടെ, വിൻഡ് ആയിക്കോട്ടെ, ഇതിനെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാനായിട്ടുള്ള കഴിവുണ്ട്. പിന്നെ തിക്ക് ക്യൂട്ടിക്കളും സങ്കൺ സ്റ്റൊമാറ്റിയും പിന്നെ നീഡിൽ ലൈക്ക് ലീവ്സും ഒക്കെ കാണപ്പെടുന്നു. അത് വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യാനാണ് സഹായിക്കുന്നത്. പിന്നെ ഇവ ഹെറ്ററോസ്പോറസ് ആണ്, 2 തരത്തിലുള്ള സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്ലാന്റ് കിങ്ഡം എന്ന ചാപ്റ്ററിന്റെ എക്സസൈസുകൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഴയ ചോദ്യ പേപ്പറുകളിൽ നിന്നും എടുത്തിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബയോ അബോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം. താങ്ക്